ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നാളെ സ്വർഗവാതിൽ ഏകാദശിയാണല്ലോ. ഗുരുവായൂർ ഏകാദശി ആചരിക്കുന്നവർ നിശ്ചയമായും ആചരിക്കേണ്ട മറ്റൊരു പ്രധാന ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി. ദക്ഷിണേന്ത്യയിലെ ഏതാണ്ട് എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഇത് അത്യധികം ഗംഭീരമായി ആചരിക്കുന്നുണ്ട്. ശ്രീരംഗം, ശ്രീവൈകുണ്ഠം, തിരുമല തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷം തന്നെയുണ്ട്. ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിൽ ഏകാദശിയും നോൽക്കണം എന്നൊരു വിശ്വാസമുണ്ട്. ധനുമാസത്തെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് കേരളത്തിൽ സ്വർഗവാതിൽ ഏകാദശിയായി ആചരിക്കുന്നത്. ഭഗവാൻ വിഷ്ണുവിൻ്റെ ലോകമായ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി. സഫല ഏകാദശിക്ക് ശേഷം ഇങ്ങോട്ടുള്ള ആ 18 ദിവസങ്ങൾ സ്വർഗവാതിൽ തുറന്ന് ഭഗവാൻ തൻ്റെ ഭക്തരെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്നു എന്നാണ് സങ്കല്പം. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ മുൻപ് ഞാൻ സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ചുള്ളത് ഇട്ടിരുന്നു. സ്വർഗ കവാടം തുറക്കുന്ന ദിവസമാണ് ഇത്. അതുകൊണ്ടാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി എന്ന് മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഇതിനെ അങ്ങനെ ആചരിക്കുന്നത്. ഈ ദിവസം കൃഷ്ണൻ്റെയോ വിഷ്ണു ഭഗവാന്റെയോ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തന്നെ വേണം. ഇഹലോക സൗഖ്യവും പരലോക മോക്ഷവുമാണ് ആ ദർശനത്തിൻ്റെ ആചരണത്തിൻ്റെ ഫലം. ചില ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ സ്വർഗപ്രാപ്തി, അതായത് മുക്തി നേടുക എന്നുള്ള ആ പരമമായ അവസ്ഥ മാത്രമല്ല സ്വർഗവാതിൽ ഏകാദശിയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. പരമമായിട്ടുള്ള ഒരു ഈശ്വര സാക്ഷാത്കാരം നേടുകയും ആ ഈശ്വര സാക്ഷാത്കാരം ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നേടിയെടുത്തിട്ട് അതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളെ സമന്വയത്തോടെ കൊണ്ടുപോയി ജീവിതത്തെ വളരെ ശാന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു വാതിലിലൂടെ, പ്രത്യേകിച്ച് മുൻവാതിലിലൂടെ പ്രവേശിച്ച് അതിന് വൈകുണ്ഠമായിട്ട് അല്ലെങ്കിൽ സ്വർഗ കവാടമായി സങ്കല്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രത്യേക പൂജകൾ, അതായത് വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണുവാൻ ചെല്ലുമ്പോൾ നാം വെറും കൈയോടെ ചെല്ലില്ലല്ലോ. നമുക്ക് ശക്തിക്കൊത്ത നിവേദ്യങ്ങളുമായിട്ടായിരിക്കുമല്ലോ, പൂജയും ഒക്കെ ആയിട്ടാണല്ലോ നാം കടന്നു ചെല്ലുന്നത്. അങ്ങനെ ദർശനവും ആരാധനയും ഒക്കെ നടത്തി മറ്റൊരു വാതിൽ വഴി, മിക്കവാറും അത് പിൻവാതിലോ അല്ലെങ്കിൽ വടക്കു പുറത്തുള്ള വാതിലോ ഒക്കെ ആകാം, അങ്ങനെ വാതിലിലൂടെ സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങ് അങ്ങനെ കടന്നു വരുന്നതാണ്. അതിലൂടെ സ്വർഗമോ അതിനേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെയോ കടന്നു പോകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഏകാദശി ദിവസത്തിലെയും ആചരണകൾ മറ്റെല്ലാ ഏകാദശിയുടെയും ആചരണകൾ പോലെ തന്നെയാണ്. പൊതുവായ വ്രതനിധികളിൽ പൊതുവായിട്ട് വരുന്ന ആ വ്രതത്തിൻ്റെ ഓരോ ചിട്ടകളില്ലേ, വ്രതത്തിൻ്റെ വിധികൾ, അതിലെങ്ങും ഒരു വ്യത്യാസവുമില്ല, മറ്റ് ഏകാദശി പോലെ തന്നെയാണ്. ഇപ്പോഴത്തെ മനുഷ്യ ജന്മത്തിന് ശേഷം സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ വ്രതം മൂലം സാധ്യമാകുമെന്നാണ് നമ്മുടെ സനാതന ധർമ്മപ്രകാരമുള്ള സങ്കല്പം. ഈ ഏകാദശി പിതൃക്കൾക്ക് വളരെ പ്രീതികരമാണ്. നാം ഈ ഏകാദശി എടുക്കുമ്പോൾ നമ്മുടെ ജന്മാന്തരങ്ങളായി തലമുറകളായി നമ്മളിൽ നിന്ന് അകന്നുപോയ ആ പിതൃക്കൾക്ക് വളരെ സായുജ്യം ലഭിക്കുമെന്നാണ് സങ്കല്പം. പിതൃകർമ്മങ്ങളിൽ എന്തെങ്കിലും ലോപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടായ ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഈ വ്രതം അനുഷ്ഠിച്ചാൽ അവയൊക്കെ പരിഹരിച്ച് കിട്ടും. അതായത് പിതൃദോഷം, പിതൃശാപം, അല്ലെങ്കിൽ പിതൃക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ വേണ്ട വിധത്തിൽ അവരെ നോക്കാതെ പോയതിലുള്ള കുറ്റബോധം ഒക്കെ ഉണ്ടാകാം ചിലർക്ക്. അതെല്ലാം പരിഹരിക്കുവാൻ ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഭഗവാനോട് തൻ്റെ പിതൃക്കൾ നന്നായിരിക്കുവാൻ, അവർക്ക് മോക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുകയും വേണം. നമ്മുടെ തെക്കൻ കേരളത്തിൽ
തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് സ്വർഗവാതിൽ ഏകാദശി വളരെ പ്രധാനമായിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ തിരുവമ്പാടി ക്ഷേത്രം, പെരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രം, നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം തുടങ്ങിയ ആരാധനാലയങ്ങളിലും ഇത് വലിയ ആഘോഷമായി ആചരിക്കാറുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സതീർത്ഥ്യനായിരുന്ന കുചേലൻ്റെ അവിൽപ്പൊതി സ്വീകരിച്ചുകൊണ്ട് കുചേലനെ കുബേരനാക്കിയ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്നാണ് ഉത്തരേന്ത്യയിലെ വിശ്വാസം. കേരളത്തിൽ ഗുരുവായൂരിൽ കുചേലന് കുചേലൻ്റെ അവിൽ ദിനമായി ആചരിക്കുന്നത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികളിൽ വരുന്ന 3 ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്നതാണ് ഏകാദശി വ്രതമെന്ന് നമുക്കറിയാം. നമ്മൾ അങ്ങനെയാണല്ലോ ആചരിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഏകാദശി തിഥികൾ പൂർണ്ണമായി വരുന്ന ആ ദിവസങ്ങളിലാണ് നാം ഇത് അനുഷ്ഠിക്കുന്നത്. ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം മുതൽ നാം വ്രതം ആരംഭിക്കുന്നു. ദശമി നാൾ ഒരിക്കൽ മാത്രം അരിഭക്ഷണം കഴിക്കുന്നു. അന്ന് വളരെ ലളിതമായ ജീവിതം, അതായത് ലളിതമായ ആഹാരം, ശുദ്ധാഹാരം, സ്വാത്വികമായിട്ടുള്ള ചിന്തകളോടുകൂടി നാമജപങ്ങളോടുകൂടി കടന്നുപോയി അതിനുശേഷം കഴിയുന്നത് നിലത്ത് ഉറങ്ങുവാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം. പാദരക്ഷകളൊക്കെ ഇല്ലാതെ നടക്കാൻ കഴിയുന്നവർ അങ്ങനെയൊക്കെ ചെയ്യണം. കാരണം ലളിതമായ ജീവിതവും ശുദ്ധമായ ആഹാര രീതികളും സാത്വികമായ ചിന്തകളും ഒക്കെയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏകാദശി നാളിൽ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണരണം. രാവിലെ എണ്ണ തേയ്ക്കാതെ വേണം കുളിക്കേണ്ടത്. അതിനുശേഷം വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തണം. നമുക്ക് തുളസിമാലയെ കൊടുക്കുവാൻ ഭഗവാന് കഴിയുന്നുള്ളൂ, അതുമതി. നമ്മുടെ ശക്തിക്കൊത്ത സന്തോഷമായി നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് അവിടെ പ്രധാനം. മറ്റുള്ളവർ വലിയ ഒരുപാട് പൈസ ചിലവാകുന്ന ഇതൊക്കെ എഴുതുന്നു, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ഒന്നും വേണ്ട. അതൊക്കെ ഭഗവാൻ അറിയാം നമ്മുടെ എല്ലാ അവസ്ഥകളും. അതുകൊണ്ട് നമ്മുടെ ശക്തിക്കനുസരിച്ച് യഥാശക്തി എന്ത് കർമ്മങ്ങളും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മനസ്സാണ് എല്ലാറ്റിലും പ്രധാനം. നമ്മൾ എന്താണോ ഭഗവാന് ഒരു പുഷ്പമേ സമർപ്പിച്ചുള്ളൂ, അത് എൻ്റെ ഭഗവാന് എനിക്ക് സന്തോഷത്തോടെ ഞാനിത് ഭഗവാന് ചെയ്യുന്നു. അതാണ് ആ ഭഗവാന് വേണ്ടത്. നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിലെ സന്തോഷത്തോടെ നമ്മൾ എന്ത് കൊടുക്കുന്നു അത് ഭഗവാൻ വളരെ സ്നേഹത്തോടു കൂടി സ്വന്തം ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. കഴിയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ക്ഷേത്ര ദർശനം നടത്താൻ. ഭഗവാന് 4 പ്രദക്ഷിണമാണ് വയ്ക്കേണ്ടത്. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപ്പായസം, പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെ ഐശ്വര്യപൂർണ്ണമാണ്. അന്നേ ദിവസം ഭഗവത് നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ ജപിക്കണം. വിഷ്ണു സഹസ്രനാമവും ഭഗവത്ഗീതയും നാരായണീയവും ഭാഗവതവും ഒക്കെ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. അതിന് സാധിക്കാത്തവർ ഭഗവാന്റെ അഷ്ടാക്ഷരി മന്ത്രം, അതുപോലെ തന്നെ ദ്വാദശാക്ഷരി മഹാമന്ത്രവും ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, അതാണ് ദ്വാദശാക്ഷരി മന്ത്രം. ഇവയൊക്കെ ജപിക്കണം. ഇതൊക്കെ നമ്മുടെ നാവിന്മേൽ നിത്യം കളിയാടുന്ന മന്ത്രങ്ങളാണ്. അപ്പോൾ സ്വർഗവാതിൽ ഏകാദശിയോടനുബന്ധിച്ച ധാരാളം കാര്യങ്ങൾ മുൻപ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിന് നാം വ്രതങ്ങൾ ആചരിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൻ്റെ മാലിന്യം നീങ്ങിയാൽ മാത്രമേ ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കുകയുള്ളൂ. നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ നമുക്കറിയാം, വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ചെല്ലുന്ന ക്ഷേത്രത്തിൻ്റെ സമീപത്ത് നിൽക്കുന്ന, നമ്മളോട് എന്തെങ്കിലുമൊക്കെ യാചിച്ച് നിൽക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരുണ്ടാവും. പ്രിയപ്പെട്ടവരോ നമ്മൾക്ക് പ്രിയമെന്ന് തോന്നുന്ന നമ്മൾക്കറിയാവുന്നവരും നമ്മെ പരിചയമുള്ളവരെയാണ് നമ്മൾ പ്രിയമെന്ന് പറയുന്നത്. എങ്കിൽ അതല്ല, നാം ഇവിടെ കാണുന്ന എല്ലാവരും നമുക്ക് പ്രിയമുള്ളവരാണ്. കാരണം എൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര സാന്നിധ്യം തന്നെയാണ് അടുത്ത ഒരാളുടെ ഉള്ളിലും അവരെയും ജീവിക്കുവാൻ ശക്തി കൊടുത്ത് നിലനിൽക്കുന്നത്.
അപ്പോൾ ഇവിടെ കാണുന്ന സമസ്ത ജീവജാലങ്ങളെയും ചലിപ്പിക്കുന്ന ഒരേ ഒരു പ്രവൃത്തി, ചലിപ്പിക്കുന്നതും ചലിപ്പിക്കാത്തതുമായ ഇവിടെയുള്ള ഇപ്പം പർവ്വതങ്ങളും ഭൂരൂപങ്ങളും മരങ്ങളും ഒക്കെ ചലിക്കുന്നവയല്ലല്ലോ. അപ്പോൾ അവയെയും ഇവിടെ സൃഷ്ടിച്ചത്, നമ്മെയും ഇവിടെ സൃഷ്ടിച്ച് നിലനിർത്തുന്നത് ഏക ചൈതന്യമായ ഭഗവത് ചൈതന്യമാണ് എന്ന തത്വം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോടെ ഇത് ഞാൻ തന്നെയാണ് അവരുടെ ഉള്ളിൽ രൂപത്തിലും നാമത്തിലും ആകാരത്തിൽ, അതായത് യോനികളിലും പുരുഷനോ സ്ത്രീയെന്നോ എന്നൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരെണ്ണം മൃഗമാകുന്നു, മറ്റൊന്ന് മനുഷ്യനാകുന്നു, ഒന്ന് പക്ഷിയാകുന്നു, ഒന്ന് വൃക്ഷമാകുന്നു, ഒന്ന് പുരുഷനാകുന്നു, ഒന്ന് സ്ത്രീയാകുന്നു, ഒന്ന് കുട്ടിയാകുന്നു, വാർദ്ധക്യം ബാധിച്ചതാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വ്യത്യാസങ്ങളേ ഉള്ളൂ. ഈ വ്യത്യസ്തതയ്ക്കുള്ളിൽ ഏകത്വമായ ശക്തിയായി കുടികൊള്ളുന്നത്, ബോധ ചൈതന്യമായി കുടികൊള്ളുന്നത്, ആത്മാവായി കുടികൊള്ളുന്നത് ഞാൻ തന്നെയാണ് എന്ന് കപില ഭഗവാൻ അമ്മയോട് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ കപിലോപദേശം ഭാഗവതം അത് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ദിവസവും കേൾക്കുക. ജന്മമുക്തി നേടി ഭൂമിയിൽ തന്നെ സമാധാനത്തോടെ ഈശ്വര സാക്ഷാത്കാരത്തോടുകൂടി എങ്ങനെ ജീവിക്കാമെന്ന് അത് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ കരുതും നമ്മളെല്ലാം നല്ല ഭക്തരാണ്, നിത്യേന കഴിയുന്നിടത്തോളം ക്ഷേത്രദർശനം നടത്തുകയും നിത്യേന ഭഗവാനെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നേക്കാൾ വലിയ ഭക്തരുണ്ടോ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷേ യഥാർത്ഥ ഭക്തി എന്താണ്, എങ്ങനെയാണ് ഒരു ശരിക്കും ഒരു ഭക്തൻ്റെ ആചരണം എന്താണ് എന്നൊക്കെ ഭഗവാൻ അമ്മയോട്, കപില വാസുദേവൻ അമ്മയോട്, ദേവഹൂതിയായ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്, യഥാർത്ഥ ഭക്തി എന്താണെന്ന്. അപ്പോൾ ആ ഭക്തിയും കാലപ്രവാഹത്തിൽ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെയാണ് ഇനിയത്തെ ഭാഗം. കഴിഞ്ഞ ദിവസം വരെയും നമ്മൾ അംഗയോഗങ്ങളാണ്, 8 യോഗങ്ങളെ കുറിച്ച്, നിയമാദികളെക്കുറിച്ചായിരുന്നു വളരെ ലളിതമായി വിശദമായി പറഞ്ഞു തന്നത്. അത് കേട്ട് മനസ്സിലാക്കണം. നമ്മൾ ഈ ഭക്തിയിലേക്കൊക്കെ വരുമ്പോൾ ഇതൊരു സാധനയാണ്. ഭക്തി സാധനയല്ലേ? ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ പോകുന്നു, അതൊരു സാധനയാണ്. അതുപോലെ ഇതും ഒരു സാധനയാണ്. അല്ലാതെ ക്ഷേത്ര ദർശനവും നടത്തി കുറച്ച് പൂജയും വഴിപാടുകളും വ്രതങ്ങളും ആചരിക്കുന്നത് മാത്രമല്ല ഭക്തി. ഇതൊരു പഠിത്തമാണ്. നമ്മൾ പഠിക്കണം ശരിക്കും. അതിനുവേണ്ടിയാണ് നമ്മെ പഠിപ്പിക്കാൻ ഈ പുരാതനമായിട്ടുള്ള പുരാണ ഗ്രന്ഥങ്ങളെല്ലാം ശ്രീ വ്യാസ ഭഗവാനായി ഭഗവാൻ തന്നെ അവതാരം ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓരോ മഹർഷീശ്വരന്മാരായിട്ട് ഭഗവാൻ തന്നെ അവതാരം ചെയ്ത് മാനവരാശിക്ക് വേണ്ടുന്ന ജ്ഞാനം, അവർ എങ്ങനെയാണ് ജ്ഞാനമാർഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടേണ്ടത് എന്ന പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ഭഗവാൻ. അതൊക്കെ നമ്മൾ പഠിക്കാതെ, അതൊന്നും മനസ്സിലാക്കാതെ കഥ കേൾക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതുമാണ് ഭക്തി എന്ന് കരുതി അങ്ങനെ അങ്ങ് ഒരു ഓളത്തിൽ പോകരുത്. നമ്മളിതൊക്കെ ആഴത്തിൽ പഠിച്ച് ചെല്ലുമ്പോഴാണ് ഞാനൊരു ഭക്തനായിട്ടില്ല എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളിലേക്ക് പിന്തിരിയും. അപ്പോൾ ഈ ഒരു മനുഷ്യജന്മം കിട്ടി ഇത്രയും ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സമൂഹത്തിൽ പലതും സംഭവിക്കുന്നുണ്ട്, എങ്കിലും ഒരു ഭക്തനെ അതൊന്നും അലോസരപ്പെടുത്തില്ല. ഭഗവാനിൽ തന്നെ നിലയുറച്ചു നിൽക്കുമ്പോൾ നമുക്കറിയാം കാലപ്രവാഹത്തിൽ ഇവിടെ എല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്. ആ മാറ്റങ്ങളുടെ അനന്തരഫലം നമ്മുടെ തലമുറയെ ബാധിക്കാതിരിക്കുവാൻ ആണ് ഭക്തിമാർഗത്തിലൂടെ ആ തലമുറകളെ വിടുക എന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ തലമുറകളെ ഭഗവാന്റെ കൈകളിൽ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞത്, അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ കാലഘട്ടം വളരെ ദുഷ്കരമായിട്ടുള്ള പുതിയ തലമുറകളെ എല്ലാം വഴി തെറ്റിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിൽ പോലും ഭഗവത് ഭക്തരുടെ തലമുറകളും ആ കുടുംബത്തിൽ നിന്ന് പോകുന്നവരും ഭഗവാനെ അറിയുന്ന കുഞ്ഞുങ്ങളും ഒരിക്കലും വഴിതെറ്റില്ല. ഈ കാലഘട്ടത്തിൻ്റെയും നല്ല ഏതൊരു കാലഘട്ടത്തിൻ്റെയും ഒരു പ്രശ്നങ്ങളും ഒരു ഭക്തരെയും ബാധിക്കില്ല. അവരുടെ ഹൃദയത്തെ അത് ചലിപ്പിക്കില്ല. കാരണം അവർക്കറിയാം ഇതൊക്കെ കാലത്തിൻ്റെ പരിണാമത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. മഹാകാലനായ ഭഗവാൻ കാലപ്രവാഹത്തിൽ ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലേക്ക് കാലമായി കയറുകയും അങ്ങനെ പ്രവേശിക്കുന്ന ഭഗവാൻ ഓരോ വ്യക്തിക്കും പരിണാമം സംഭവിക്കുകയും ഈ പ്രകൃതിക്കും അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ഇവിടെ നിലനിൽക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും പരിണാമം സംഭവിപ്പിച്ചുകൊണ്ട് അത് കാലഗതി അനുസരിച്ച്
ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ച് പുതിയ പുതിയ ജന്മങ്ങൾ എടുക്കുവാൻ വേണ്ടി കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജന്മങ്ങൾ എടുക്കുന്നത്. ഒരു പുതു ജന്മം ഒരു ജീവൻ എടുക്കുന്നെങ്കിൽ അത് കർമ്മത്തെ ആശ്രയിച്ചാണ്. എപ്പോഴാണോ കർമ്മം ചെയ്യാൻ ഭഗവാൻ നിയോഗിക്കുന്നത് അപ്പോഴാണ് ഒരു പുതിയ ശരീരം എടുത്ത് ഭൂമിയിൽ വീണ്ടും അവതാരം ചെയ്യുന്നത്. എപ്പോഴാണോ നമുക്കൊരു ജോലി കിട്ടുന്നത് അപ്പോഴല്ലേ നമ്മൾ അവിടുത്തെ യൂണിഫോമൊക്കെ അണിഞ്ഞുകൊണ്ട് ജോലി, അല്ലെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരും അങ്ങനെയുള്ള യൂണിഫോം ധരിക്കുന്ന ധാരാളം പേരും, പോലീസുകാർ, പോസ്റ്റ്മാൻ, ഇങ്ങനെയൊക്കെയുള്ളവരെല്ലാം അവരുടെ ഡ്യൂട്ടി സമയത്ത് മാത്രമല്ലേ ആ യൂണിഫോം ധരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴാണോ നമ്മുടെ കർമ്മമാകുന്ന ഡ്യൂട്ടി ചെയ്യുവാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നത് അപ്പോഴാണ് അതിനൊരു യൂണിഫോമായിട്ട് നമ്മളൊരു വസ്ത്രമാകുന്ന ഒരു ശരീരം ധരിച്ച് ഭൂമിയിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കർമ്മം ഇപ്പോൾ നമുക്കിത് ഭഗവാനെ അറിയാൻ പറ്റുന്ന ഒരു നല്ല കാലഘട്ടമാണെന്ന് ഞാൻ പറയുന്നു, ഇത്രയും ദുരിതങ്ങളുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോയാലും. കാരണം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടാത്ത ജ്ഞാനമൊന്നുമില്ല. ഏതാണോ നമുക്കറിയേണ്ടത് അത് നമ്മുടെ കയ്യിൽ, നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുകയാണ്. അപ്പോൾ ഇത് മാക്സിമം, ഈ കാലഘട്ടത്തെ മാക്സിമം യൂസ് ചെയ്യുക, പരമാവധി ഉപയോഗിച്ച് ആ ഭക്തിയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മോക്ഷത്തിനും 5 വിധമായ മോക്ഷവും ഭക്തി തന്നെ, സഗുണ ഭക്തിയും നിർഗുണ ഭക്തിയും ഒക്കെ ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുക. അല്ലെ ഇത് ഭാഗവതമല്ലേ, ഇതിലൊക്കെ എന്നും കേൾക്കുന്നതല്ലേ, ഇതിലെന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് തള്ളിക്കളയാൻ പാടില്ല. കാരണം അത് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളത് ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല. നമ്മൾ സപ്താഹ സ്ഥലങ്ങളിലോ മറ്റുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ നമ്മൾ കുറച്ച് കഥകളും ഭാഗവതവുമായി ബന്ധപ്പെട്ടതൊക്കെ കേൾക്കുന്നുള്ളൂ. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ആ ഭക്തിയുടെ മറ്റൊരു ലെവലിലേക്ക് ഉയരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് താല്പര്യമില്ല. ഭൂരിപക്ഷം പേർക്കും താല്പര്യമില്ല. വെറുതെ ഇങ്ങനെ ഭഗവാനെ ആശ്രയിച്ച് നാമൊക്കെ ജപിച്ച് ക്ഷേത്രത്തിലൊക്കെ പോയി വ്രതമൊക്കെ ആചരിച്ച് ഇങ്ങനെ പോവുക എന്നുള്ളതല്ലാതെ ശരിക്കും ജീവൻ മുക്തരായി ആ ഈശ്വര സാക്ഷാത്കാരം നേടുവാനുള്ള ആഗ്രഹം വരുമ്പോഴേ നമ്മൾ അതിലേക്കുള്ള ശ്രദ്ധ പോവുകയുള്ളൂ. ഓരോരുത്തരും അങ്ങനെയുള്ള ഘട്ടത്തിലേക്ക് പോകും. ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഓരോ മനസ്സുകളെയും അതിൻ്റെ ബൗദ്ധിക നിലവാരമനുസരിച്ച് ഭക്തിയുടെ ഓരോ ഉയർന്ന നിലയിലേക്ക് സ്വാഭാവികമായി വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ശ്രമിക്കുവാനും അറിയുവാനും ഒക്കെയുള്ള അവസരം ഉണ്ടാവും. അവർക്കതിനുള്ള സാഹചര്യം ഭഗവാൻ കൊടുക്കും, തോന്നലുണ്ടാവും. അപ്പോൾ ഇപ്പോഴേതാണോ നമ്മളുടെ അവസ്ഥ ആ അവസ്ഥയിലൂടെ കടന്നു പോവുക. വീണ്ടും വീണ്ടും അറിയാനുള്ള ആഗ്രഹം, ചിന്തകൾ മനനം ചെയ്യുക. ഭഗവാനെ മന്ത്രങ്ങൾ ജപിച്ച്, നാമങ്ങൾ, സ്തോത്രങ്ങളൊക്കെ ചെയ്ത് മനനം ചെയ്യുക. ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിക്കുക. അപ്പോൾ ഭഗവാൻ തന്നെ അതിനെല്ലാമുള്ള മനസ്സും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കിത്തരും. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഏകാദശി, സഫല ഏകാദശി എടുക്കാൻ കഴിയുന്നവരും എടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ടാകും. രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു അവസ്ഥകളോ ഒക്കെ കൊണ്ട് യാത്രക്കിടയിലും ഒക്കെ പറ്റാതൊക്കെ വരും. അങ്ങനെ വന്നാൽ പോലും വ്രതം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഏകാദശി ദിവസം ശുദ്ധിയോടുകൂടി ഇരുന്ന നാമജപങ്ങളിലൂടെ ഭഗവത് സ്മരണയിലൂടെ ആ ദിവസത്തെ സമ്പന്നമാക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.